ഹൃദയദൃഷ്ടിയെ അടച്ചു കളയുന്ന കർത്താവേ, ശത്രുവിന്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് എനിക്ക് അപ്പന്റെ ഹിതം ചെയ്യുന്നവനായി, അപ്പന്റെ ഇഷ്ടം അനുഭവിക്കുന്നവനായി എനിക്ക് അനുഗ്രഹത്തിലേക്ക് കയറുവാൻ സ്വർഗ്ഗമുഖാന്തരങ്ങളെ തുറക്കണം. 12-ാം അധ്യായത്തിൽ നമ്മൾ കടന്നു വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് ആ അധ്യായത്തിൽ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നത് ക്രിസ്ത്യൻ ലൈഫിനെ കുറിച്ച്, അല്ലെങ്കിൽ ഒരു ക്രിസ്തീയ ജീവിത യാത്ര എങ്ങനെയായിരിക്കണമെന്നതിനെ കുറിച്ചുള്ള ചില പ്രധാന ഭാഗങ്ങൾ അപ്പോസ്തലനായ പൗലോസ് അവിടെ നമുക്ക് പറയുന്നുണ്ട്. 12:3 പറഞ്ഞു വെക്കുകയാണ്, നിങ്ങൾ ഭാവിക്കേണ്ടതിന് മീതെ ഭാവിക്കരുത്, ഭാവിച്ചുയരരുത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ദൈവം അവനെ ഏൽപ്പിച്ചിരിക്കുന്ന താലന്തുകളല്ലാതെ അവന് ലോക മനുഷ്യരെ പോലെ ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികളിലൂടെ കടന്നു പോകുവാൻ ഒരു വിശ്വാസിക്ക് വ്യവസ്ഥയില്ല, ഒരു ദൈവ പൈതൃക വ്യവസ്ഥയില്ല. എന്താണോ അവന്റെ കൈവശമുള്ളത് അതിന് വ്യാപാരം ചെയ്തുകൊണ്ട് അവൻ വിളിച്ചവന്റെ സ്നേഹത്തിലേക്ക്, സമാധാനത്തിലേക്ക്, നല്ല ഭൃത്യായെന്ന് വിളിക്കപ്പെട്ടവനാണ് ഓരോ വിശ്വാസിയും എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. വളരെ വ്യക്തമായി ഗലാത്യർ 6:3 പറയുന്നു, താൻ അല്പനായിരിക്കെ മഹാനാകുന്നു എന്ന് ഒരുത്തൻ നിരൂപിച്ചാൽ തന്നെത്താൻ വഞ്ചിക്കുന്നു. ശ്രദ്ധിക്കണമേ. അപ്പൊ താൻ അല്പനായിരിക്കെ ഒന്നിൽ തന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടും ആ ദൗത്യത്തെക്കാൾ അപ്പുറമായി ഞാൻ ചിലതാണെന്ന് സ്ഥാപിക്കുവാൻ ഏതെങ്കിലും ഒരു വിശ്വാസി, ഒരു ക്രിസ്ത്യാനി ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവന്റെ യാത്ര വ്യർത്ഥമാണ്. അവനൊരിക്കലും യജമാനന്റെ മുമ്പിൽ പ്രാഗൽഭ്യമുള്ള വ്യക്തിയായി തീരുവാൻ കഴിയുകയില്ല എന്ന് വളരെ വ്യക്തമായി തിരുവചനം പഠിപ്പിക്കുന്നു. അപ്പോ നമ്മൾ ഒരു കാര്യം തിരിച്ചറിയണം, ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരുവാൻ നമ്മൾ ഒരിക്കലും പരിശ്രമിക്കരുത്. ലോക മനുഷ്യനെ നോക്ക, അവൻ ഇരുട്ടുകൊണ്ട് ഓട്ടയടച്ചുകൊണ്ട് ഇതൊക്കെ വളരെ മനോഹരമാണെന്ന് പറയും. ലോക മനുഷ്യൻ ഇല്ലാത്തതിനെ ഉണ്ടെന്ന് സ്ഥാപിച്ചുകൊണ്ട് അവൻ ലോകം മുഴുവനും തന്റെ പ്രമാണിത്വം വർദ്ധിപ്പിക്കുവാൻ ശ്രമിക്കും. എന്നാൽ ഒന്നുമില്ലാത്തവനാണ് എന്ന് തിരിച്ചറിയുമ്പോൾ വിട്ടുവീഴ്ച കിട്ടിയ രാജാവിന് തുല്യനായി അവൻ ഓടുന്നത് പോലെ ഒരു ദൈവ പൈതൃകം ഓടുവാൻ കഴിയുകയില്ല. അവൻ ആദ്യവും അവസാനവും അറിയുന്ന ഒരു ദൈവത്തിന്റെ മുൻപിലാണ്, അഗ്നിജ്വാലയ്ക്കത്ത് കണ്ടുള്ള ഒരു ദൈവത്തിന്റെ മുൻപിലാണ് നമ്മൾ നിൽക്കുന്നതെന്നുള്ള ഉത്തമ ബോധ്യം നമുക്കുണ്ടെങ്കിൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്, നമ്മൾ ഒരിക്കലും ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരുകയില്ല. നമുക്ക്